തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 2 ക്ഷേത്രങ്ങളിൽ മോഷണ ശ്രമം നടത്തിയ കള്ളൻ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു. മോഷണ ശ്രമത്തിനിടയിൽ മദ്യലഹരിയിലായ കള്ളൻ പുലർച്ചെയായിട്ടും ക്ഷേത്രം വിട്ടുപോകാതെ വന്നതോടെയാണ് പിടിയിലായത്. പുലർച്ചെ നട തുറക്കാനെത്തിയ പൂജാരിയാണ് കള്ളനെ കണ്ടതും തുടർന്ന് പോലീസിനെ വിവരമറിയിച്ചതും. ദേവസ്വം ബോർഡിന് കീഴിലുള്ള കാട്ടാക്കട മലയൻകീഴ് പൊട്ടൻകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലുമാണ് മോഷണ ശ്രമം നടന്നത്. പോത്തൻകോട് കണിയാപുരം സ്വദേശിയായിട്ടുള്ള ഷെബിൻ മദ്യവുമായാണ് പൊട്ടൻകാവ് ക്ഷേത്രത്തിൽ കവർച്ച നടത്താനായി എത്തിയത്. നേരം പുലരുവോളം ക്ഷേത്രനടയിലിരുന്ന് മദ്യം കഴിച്ചതിന് ശേഷമാണ് പ്രതി മോഷണം നടത്താനായി ശ്രമം നടത്തിയത്. ക്ഷേത്രത്തിന്റെ പ്രധാന ഗേറ്റും നാലമ്പലവാതിലിന്റെ പൂട്ടും പ്രതി തകർത്തു. തുടർന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അടക്കമുള്ള സകല പൂട്ടുകളും തകർത്ത കാഴ്ചയാണ് പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ പൂജാരി ഗോവിന്ദൻ നമ്പൂതിരി കാണുന്നത്. ഞാൻ അമ്പലത്തിൽ വരുമ്പോൾ ഫ്രണ്ടിലെ ഗേറ്റ് തുറന്ന് കയറി അമ്പലത്തിന്റെ ഫ്രണ്ടിൽ വന്നപ്പോൾ കതവ് തുറന്ന് കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് എന്നെ നോക്കിയപ്പോൾ ശ്രീകോവിലും ഗണപതിയുടെ ക്ഷേത്രവും തുറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലെ ഒരാളെ സംശയാസ്പദമായിട്ട് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് ചോദിച്ചപ്പോൾ വാസ്തവവിരുദ്ധമായിട്ട് പറയുന്നുണ്ട് വിവരങ്ങൾ. അങ്ങനെ പിടിച്ചു നിർത്തി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്ന് വേണ്ടുന്ന നടപടി എടുക്കുകയായിരുന്നു. ശാസ്താ ക്ഷേത്രത്തിന് എതിർവശത്തുള്ള ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി തകർക്കാനും പ്രതി ശ്രമം നടത്തിയിരുന്നു. പുലർച്ചെ 4:30യോടെയാണ് 2 ക്ഷേത്രങ്ങളിലും പ്രതി മോഷണം നടത്താൻ ശ്രമം നടത്തിയതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായത്. 2 ക്ഷേത്രങ്ങളിലും കവർച്ചയ്ക്ക് ശ്രമം നടത്തിയെങ്കിലും ക്ഷേത്രത്തിൽ നിന്നും ഒന്നും പ്രതി എടുത്തിരുന്നില്ല എന്നതാണ് ഏറെ കൗതുകം. നിലവിൽ ഇപ്പം പോയതായിട്ടൊന്നും വിവരമില്ല, നഷ്ടപ്പെട്ടിട്ടൊന്നും കാണുന്നില്ല. പൊട്ടൻകാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ മുൻപ് 4 തവണ മോഷണം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിന് ചുറ്റും CCTVകൾ സ്ഥാപിച്ചിരുന്നു. പ്രതിയെ പിടികൂടിയത് നാട്ടുകാരാണ്. പിന്നാലെയാണ് കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് പ്രതിയെ കാട്ടാക്കട കോടതിയിൽ ഹാജരാക്കുകയും പിന്നാലെ റിമാൻഡും ചെയ്യുകയുണ്ടായി. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.